കാരണം റോഡുമായിട്ട് വണ്ടീനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാർട്ട് എന്ന് പറയുന്നത് ടയറാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള യൂസ്ഡ് ടയേഴ്സ് അധികം സേഫ് അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു റീസണും ഇല്ലാണ്ട് ഒരാൾ കാറിന്റെ 4 ടയറും ചേഞ്ച് ചെയ്യും. മെയിൻ ആയിട്ട് USA, യൂറോപ്പ്, ജപ്പാൻ പോലത്തെ കൺട്രീസ് എന്നാണ് ഈ യൂസ്ഡ് ടയേഴ്സ് കേരളത്തിലോട്ട് വരുന്നത്. ആൻഡ് അവിടേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ വിന്ററിന് വേറെ സമ്മറിന് വേറെ ടയർ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ തണുപ്പിൽ ഓടിക്കുന്ന ടയർ കേരളത്തിലെ 30-40 ഡിഗ്രി ടെമ്പറേച്ചർ റോട്ടിൽ ഓടിച്ചുള്ള അവസ്ഥ പെട്ടെന്ന് തേഞ്ഞും പോവും, റണ്ണിങ്ങിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, ഈ ഇമ്പോർട്ടഡ് ടയേഴ്സ് ഒക്കെ ഒരാഴ്ച കൊണ്ടൊന്നല്ല നാട്ടിലേക്ക് വരുന്നുണ്ടാവുക. കുറെ കാലം ഗോഡൌൺസിലും കണ്ടെയ്നേഴ്സിലും കടന്നിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. സോ കുറെ കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ ടയറിൽ വിള്ളൽ വരാനും റബ്ബർ ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടയറിന്റെ ക്വാളിറ്റിനെ ഇത് നന്നായിട്ട് ബാധിക്കും. സോ ഈ പ്രശ്നങ്ങളൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ടയറൊക്കെ റീബിൽഡ് ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എല്ലാ ടയറും അങ്ങനെയല്ല, ടയർ അപ്സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനത്തെ ചൂസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി സേഫർ ആണ്. ബട്ട് ടയറിൽ 2000-3000 ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേഫ്റ്റിനെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം റോഡുമായിട്ട് വണ്ടീനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാർട്ട് എന്ന് പറയുന്നത് ടയറാണ്. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആവും. സോ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫാമിലിന്റെയും സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ്ഡ് ടയേഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് മേക്ക് ഷുവർ യു ഫോളോ ദിസ് പേജ്. പീസ്.